മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എത്ര കൂടുതൽ ചെയ്യുന്നു അത്ര കൂടുതൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും പറ്റും അല്ലേ. റിയൽ എക്സാമിന് നിങ്ങൾ എന്താണ് എത്ര സ്ട്രെസ് നിങ്ങൾ എടുക്കുമോ, എത്ര ടെൻഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവോ, ആ സെയിം സാധനം നിങ്ങൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഉണ്ടാവും. മുന്നേ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ വരണമെങ്കിൽ എന്തായാലും നിങ്ങൾ റിവിഷൻ ചെയ്യണ്ടേ. ഹലോ നീറ്റ് ആസ്പിരൻസ്, വെൽക്കം ടു DNA ലേണിംഗ്. ഹായ്, ഐ എം അഫ്ര മുജീബ്, തേർഡ് ഇയർ MBBS സ്റ്റുഡൻറ്റ് അറ്റ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടാവും, ഇപ്പം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടാവും, എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും അല്ലേ. പക്ഷേ കമൻറ്റ് ബോക്സിൽ വന്ന് നോക്കുമ്പോൾ 400, 500 മാർക്കാണ് കുറേ പേർക്ക് കിട്ടുന്നതെന്ന് അറിഞ്ഞു. 400-ൽ നിന്ന് 650 എത്തിക്കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് MBBS സീറ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം അറിയാലോ 650 കിട്ടിയിട്ട് പോലും അഡ്മിഷൻ കിട്ടാത്ത കുറേ പേരുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു ഈ വീഡിയോ ഫോക്കസ് ചെയ്യുന്നത് 400-ൽ നിന്ന് എങ്ങനെയാണ് 650 എത്തുന്നത്, അതിനു വേണ്ടി ടിപ്സും ടെക്നിക്സും പറയുന്നൊരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് 400-ൽ നിന്ന് 650 ഒരിക്കലും എത്താൻ പറ്റില്ല. നിങ്ങൾ ഇന്ന് പഠിക്കാൻ തുടങ്ങി, ഇന്ന് സിസ്റ്റമാറ്റിക് ആയി എന്ന് വിചാരിച്ച് നാളെ ആകുമ്പോഴേക്കും ഒരു 650 ഒന്നും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കുഞ്ഞു പടികൾ വെച്ച് കുഞ്ഞു സ്റ്റെപ്സ് വെച്ച് ചെറിയ മിസ്റ്റേക്കിൽ നിന്ന് നമ്മൾ പഠിച്ച് കുറച്ച് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും നമുക്ക് വേണം 400-ൽ നിന്ന് ഒരു 650 എത്താൻ വേണ്ടിയിട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക, നമ്മൾ കറക്റ്റ് ടെക്നിക്സിൽ പറയുന്നതായിരിക്കും. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബേസിക് കോൺസെപ്റ്റ്സുകൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്ട്സിലും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഫിസിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് അല്ലേ. അതിൽ നിങ്ങൾ കറക്റ്റ് യൂണിറ്റ്സ് വേണം, ഡയമെൻഷൻ വേണം. പക്ഷെ അത് ബാക്കിയുള്ള ചാപ്റ്റേഴ്സും കൂടി പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത്. ഇനി ഫോഴ്സിൻ്റെ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ F=ma. പക്ഷെ ഫോഴ്സിന് തന്നെ നമ്മൾ വേറെ കുറേ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴാണ് അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. റൊട്ടേഷൻ ചാപ്റ്റർ പഠിക്കുമ്പോഴൊക്കെ അതിൽ ടോർക്കും ഇമ്പൾസൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഫിസിക്സിൽ പഠിക്കുമ്പോൾ ബേസിക്സ് ആദ്യം ക്ലിയർ ആണോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഇനി അതിലേതെങ്കിലും കോൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചറായിട്ട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഫാക്കൽറ്റി ആയിട്ട് നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ കെമിസ്ട്രിയിൽ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ ഏതൊക്കെ വരുന്നത്? മോൾ കോൺസെപ്റ്റ് വരുന്നുണ്ട്. മോൾ കുറേ മോൾ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കുറേ കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നില്ലേ. കെമിക്കൽ ബോണ്ടിങ് വരുമ്പം അതിലും കുറേ റിലേഷൻസ് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ബാലൻസി പഠിക്കുന്നുണ്ട്. ഇൻഓർഗാനിക് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നിങ്ങൾ പഠിക്കുന്ന പീരിയോഡിക് ടേബിളാണ്. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി മുകളിലേക്ക് നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പം അതിലൊരു സംശയമില്ലാതെ നിങ്ങൾക്ക് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത്, നിങ്ങൾ ചോദിക്കും ചില ആൾക്കാർക്ക് മാത്സ് ഒന്നും എടുത്തിട്ടുണ്ടാവില്ലേ, പക്ഷേ ഇൻറ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്ന ചെറിയ കാര്യങ്ങളില്ലേ, ഇതിൽ നിങ്ങൾ കറക്റ്റ് നന്നായിട്ട് സ്കില്ലുണ്ടാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ബേസിക് കോൺസെപ്റ്റ്സ് ക്ലിയർ ആയിട്ട് അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു അഡ്വാൻസ് ക്വസ്റ്റ്യനും കൂടി ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കൂടുതൽ സ്റ്റുഡൻസിൻ്റെ പ്രശ്നവും 10-12 മണിക്കൂർ പഠിച്ചിട്ട് പോലും 600+ സ്കോർ കിടക്കുന്നില്ല എന്നായിരിക്കും അല്ലേ. അതെന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 10-12 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് തിയറിയുടെ മുകളിലാണ്. ഒരിക്കലും നിങ്ങൾ അത്ര സമയം തിയറി സബ്ജക്ട്സിന് മുകളിൽ സ്പെൻഡ് ചെയ്യരുത്. ഒരു നീറ്റ് എക്സാം ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം അല്ല, അതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. MCQ ഉള്ള എക്സാംസ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എത്ര കൂടുതൽ ചെയ്യുന്നു അത്ര കൂടുതൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും പറ്റും അല്ലേ. അപ്പോൾ നിങ്ങൾ എപ്പോഴും വിചാരിക്കണം, തിയറിക്ക് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിന്ന് പകുതി സമയം കുറച്ചിട്ട്, ഇപ്പോൾ 10 മണിക്കൂർ നിങ്ങൾ തിയറി പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ 5 മണിക്കൂറെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ളതായിട്ട് കൊടുക്കണം. ഒരു തിയറി കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്നാൽ അതിൽ നിന്നൊരു 50 ക്വസ്റ്റ്യൻസ് മിനിമം നിങ്ങൾ ചെയ്യണം. തിയറിയിൽ നിന്ന് നിങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബൈഹാർട്ടായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും ടൈം മാനേജ് ചെയ്യാനും കഴിയില്ല. നീറ്റ് എക്സാമിൻ്റെ സമയത്ത് അവിടെ ഇരുന്നിട്ട് ഓപ്ഷൻസ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ആവും ചെയ്യും. അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. വീണ്ടും തിയറി വായിച്ച് സമയം കളയുന്നതിന് ഒരു കാര്യമില്ല. 600+ നിങ്ങൾ സ്കോർ ചെയ്യാത്തതിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് പറയട്ടെ, ടൈം മാനേജ്മെൻറ്റ്. ഞാനും എക്സാം എഴുതുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്കൊരു 500-ൻ്റെ മുകളിലൊന്നും കടന്നിട്ടുണ്ടായില്ല. മാക്സിമം എനിക്ക് പോയത് 550 ആയിരുന്നു. 600-ൻ്റെ അവിടേക്കൊന്നും ഞാൻ ഒരിക്കലും മാർക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്താണ്, കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു, പക്ഷെ ഒരിക്കലും ടൈം ബൗണ്ട് ആയിട്ടല്ല ചെയ്തിരുന്നത്. ഞാൻ അങ്ങനെ വിചാരിക്കും, എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം, 100 ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കണം. പക്ഷെ 100 ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഞാനൊരു പക്ഷേ 2 മണിക്കൂർ 3 മണിക്കൂറിൽ കൂടുതൽ വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു 10 മണിക്കൂർ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും അതിൽ ഒരു 60 minutes
മിനിറ്റ്സ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു 50 ക്വസ്റ്റ്യന് 60 മിനിറ്റ്സ് എന്ന റേഷ്യോ വെക്കുക. ഈ 60 മിനിറ്റിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ചെയ്ത് തീർക്കുക, ബാക്കി അവിടെ ലീവ് ചെയ്യുക മീൻസ് ആ 60 മിനിറ്റ് കഴിഞ്ഞ് ടൈമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി ചെയ്താൽ മതി. അപ്പോൾ ഈ 60 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒരു 50 ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അത് 60 മിനിറ്റോടെ ചെയ്ത് തീർക്കാൻ നോക്കുക. അതാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഈ ടൈം വെക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താ അറിയോ, നീറ്റ് എക്സാമിന് പോകുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ ഉണ്ടാവും. നമ്മൾ ഈ ടൈമർ സെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഈ 50 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കുള്ളിൽ ഒരു ടെൻഷൻ ഉണ്ടാവും, അയ്യോ ഇത് തീരുമോ ഇല്ല എന്നുള്ള ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ റിയൽ എക്സാമിൻ്റെ ഒരു സിമുലേഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടും. റിയൽ എക്സാമിന് നിങ്ങൾ എന്താണ്, എത്ര സ്ട്രെസ് നിങ്ങൾ എടുക്കുമോ, എത്ര ടെൻഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവോ, ആ സെയിം സാധനം നിങ്ങൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഉണ്ടാവും. അങ്ങനെയാണ് നിങ്ങൾ അന്ന് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് ആ ഒരു സംഭവത്തിനോട് അല്ല ആ സിറ്റുവേഷനോട് നിങ്ങൾ ഇണങ്ങി വരിക. അപ്പോൾ ആ കറക്റ്റ് നിങ്ങൾ ആ 3 മണിക്കൂറിൽ എങ്ങനെയാണോ നിങ്ങളെ മനസ്സുണ്ടാവുക, നിങ്ങളുടെ ആ കോൺഫിഡൻസ് എങ്ങനെയാണോ, നിങ്ങൾ എത്ര സ്ട്രെസ് എടുക്കുന്നതോ അത് നിങ്ങളും ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നോക്കണം. ഇപ്പോൾ അടുത്ത് എനിക്ക് കുറച്ച് നീറ്റ് ആസ്പിരൻസ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ലാസ്റ്റ് ആയില്ലേ, കുറച്ച് വിഷമൊക്കെ ആവാൻ തുടങ്ങി, അവർ വിചാരിച്ചൊരു ഗോളിലേക്ക് എത്തുമോ ഇല്ലെന്നുള്ളൊരു പേടിയൊക്കെ കൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ അല്ലെങ്കിൽ ചാപ്റ്റേഴ്സിൻ്റെ സീരീസ് ടെസ്റ്റ് ഒക്കെ വരുമ്പോൾ അവർക്ക് നല്ല സ്കോർ ഉണ്ട്, 600+ ഒക്കെ സ്കോർ ഉണ്ട്. പക്ഷേ ഒരു ക്യുമുലേറ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അവരുടെ മുന്നിൽ എത്തുന്ന സമയത്ത് അവർക്ക് 500 റേഞ്ചിലൊക്കെ മാർക്ക് വരുന്നില്ല, ഒരിക്കലും 600 കടക്കാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്തുകൊണ്ടാണ്? നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത പോലെ മാത്രമേ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിലും നിങ്ങളുടെ മാർക്ക് വരുള്ളൂ. നിങ്ങൾ എങ്ങനെയാണോ പ്രാക്ടീസ് ചെയ്തത്, ഇപ്പോൾ നിങ്ങളൊരു ചാപ്റ്റർ മാത്രമാണ് പ്രാക്ടീസ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്രെയിൻ ആക്ടിവിറ്റി അവിടെ വളരെ കുറവായിരിക്കും. കാരണം നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻസ് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. പക്ഷേ ഒരു ക്യുമുലേറ്റീവ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത്, ക്യുമുലേറ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന സമയത്ത് അതിൽ പല ചാപ്റ്ററുകളും ഉണ്ടാവും അല്ലേ. ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് വേറെ ചാപ്റ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ അപ്പോഴേക്കും ജമ്പ് ചെയ്ത് നെക്സ്റ്റ് ചാപ്റ്ററിൽ എത്തണം. അപ്പോൾ ആ ഒരു സമയത്തിൽ നിങ്ങളുടെ ബ്രെയിൻ ആക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും. നിങ്ങൾ എങ്ങനെയാണോ പ്രാക്ടീസ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും നിങ്ങൾ മോക്ക് ടെസ്റ്റിന് സ്കോറും വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്ന സമയത്ത് ഓരോ ചാപ്റ്ററിൻ്റെ മാത്രം ചെയ്യാതിരിക്കുക, ക്യുമുലേറ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെലക്ട് ചെയ്യുക, അത് ഡൗൺലോഡ് ചെയ്ത് PDF ഒക്കെ ആക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് അതിലെത്ര മാർക്കാണോ, ക്യുമുലേറ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര മാർക്കാണോ കിട്ടുന്നത്, അതാണ് നിങ്ങളുടെ റിയൽ മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ റിയൽ എക്സാമിനൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക്. ഒരിക്കലും ഇനിയുള്ള ദിവസങ്ങളെങ്കിലും ഓരോ ചാപ്റ്ററിൽ നിന്ന് മാത്രം ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാതിരിക്കുക, മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ എഴുതുന്ന എക്സാമിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ടോപ്പേഴ്സായി വരുന്ന സ്റ്റുഡൻസിനോട് അവരുടെ ഡെയിലി റുട്ടീൻ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ പറയുക? അവരെല്ലാവരിലും കോമൺ ആയിട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യം ഡെയിലി റിവിഷൻ ആയിരിക്കും. എല്ലാവരും ചോദിക്കും 79 ചാപ്റ്റേഴ്സ് എങ്ങനെയാണ് നീറ്റിന് കാണാതെ പഠിച്ച് തലേന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളതല്ലേ. തലേന്ന് മാത്രമല്ല ഈ റിവിഷൻ നടക്കുന്നത്, ഡെയിലി നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ എഴുതിയ ഷോർട്ട് നോട്ട്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, ഇത് എല്ലാ ദിവസവും രാവിലെ എടുത്ത് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ ടഫ് ആ സബ്ജക്റ്റ് എടുത്ത് റിവൈസ് ചെയ്യുക. അപ്പോൾ എനിക്ക് പേഴ്സണലി ഫിസിക്സ് ആയിരുന്നു ടഫ് ഉണ്ടായിരുന്നത്. ഞാൻ ഡെയിലി ആ ഫിസിക്സിൽ എഴുതിയ ഇക്വേഷൻസ് എടുത്ത് റിവൈസ് ചെയ്യാറുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ഒരു രാവിലെ 30 മിനിറ്റ്സ് അല്ലെങ്കിൽ മാക്സിമം 1 hour ഇതിന് വേണ്ടി മാറ്റി വെക്കുക, ഡെയിലി ഇങ്ങനെ എടുത്ത് നോക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറന്നു പോരുത്. മുന്നേ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ വരണമെങ്കിൽ എന്തായാലും നിങ്ങൾ റിവിഷൻ ചെയ്യണ്ടേ. ഇപ്പോൾ ഏത് ടോപ്പറിനോട് ചോദിച്ചാലും അവർ പറയുന്നൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് രാവിലെ ഒരു മണിക്കൂർ അല്ലെ അരമണിക്കൂറെങ്കിലും നിങ്ങൾ റിവിഷന് വേണ്ടി സമയം കൊടുക്കണം. നിങ്ങൾ എഴുതി വെച്ച ഇക്വേഷൻസ് ഫിസിക്സിൻ്റെ എടുത്ത് റിവൈസ് ചെയ്യണം കേട്ടോ. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അതെങ്കിലും നിങ്ങളുടെ റുട്ടീനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു മാറ്റം വരാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ 400 നിന്ന് 650 എത്തൂല. 400, 450, 500, 550 എന്നുള്ള റേഞ്ചിലാണ് ഇത് കൂടി പോവുക. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ സെറ്റ് ചെയ്ത ഒരു ഗോൾ ഉണ്ടല്ലോ 650 എന്നുള്ളത്, അത് നിങ്ങൾ കുറേ ദിവസങ്ങൾ എടുത്തിട്ടാണ് അത് നേടിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കണം. ഇതൊക്കെ ഈ 3 നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റുട്ടീനിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. നിങ്ങൾക്ക് കോൺഫിഡൻസ് വേണ്ടേ? പെട്ടെന്ന് ഇനി മാർക്ക് കൂടുന്നില്ല, എനിക്ക് 500-ൽ കൂടുതൽ കൂടുന്നില്ല പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഗിവ് അപ്പ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം. നിങ്ങളൊരു ഡോക്ടർ ആവാനും നിങ്ങൾ ഡിസേർവിംഗ് ആണ് നിങ്ങൾക്ക് സ്വന്തം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഗിവ് അപ്പ് ചെയ്യാതെ നന്നായിട്ട് വർക്ക് ചെയ്യുക. എക്സാം എഴുതുമ്പം ടെൻഷൻ ഇല്ലാതെ കോൺഫിഡൻസോടെ എക്സാം എഴുതുക. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്.